79.63% is the provisional percentage of voting in Kerala. വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തവരുടെ കണക്ക് 78.27% എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10-ാം തീയതി രാത്രി തന്നെ തയ്യാറാക്കിയതാണ്. പക്ഷേ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതാണ് വലിയ തോതിൽ സുതാര്യത സംശയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സുതാര്യതയിൽ സംശയം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകി. സംശയത്തിന്റെ നിഴലിൽ നിർത്തി. പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി എത്തി. ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമത്തിൽ എന്തെങ്കിലും വിശ്വാസം കുറവ് ആരെങ്കിലും രേഖപ്പെടുത്തിയാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതോടെ ഉച്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ കണക്കെത്തി. സംസ്ഥാനത്ത് 78.27% പോളിംഗ് എന്ന് കണക്ക്. ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 84.83%. ഏറ്റവും കുറവ് റാന്നിയിൽ 68.99%. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തവരുടെ കണക്കാണ് 78.27% എന്ന് വിശദീകരിച്ചു. ഇതിനൊപ്പം വീട്ടിലെ വോട്ട്, ഭിന്നശേഷിക്കാരുടെ വോട്ട്, അവശ്യ സർവീസ് വോട്ടുകൾ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വോട്ട് എന്നിവയുടെ കണക്ക് 1.36% വ്യക്തമാക്കി. ഇനി വരേണ്ടത് സർവീസ് വോട്ടുകളുടെ കണക്ക് മാത്രമാണെന്നും വിശദീകരിച്ചു. 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്തെ കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. 53,984 സർവീസ് വോട്ടുകളിൽ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ ഇൻഡെക്സ് കാർഡിൽ ഉൾപ്പെടുത്തൂ. അതായത് അവസാനം 80% കടക്കില്ലെന്ന് ഉറപ്പാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.